60 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയമുറപ്പിക്കുന്നൊരു മണ്ഡലം അതായിരിക്കും 2026 പൂഞ്ഞാർ. കേരള പിറവിയായ 1957 മുതൽ 67 വരെ പൂഞ്ഞാറിലെ MLA ആയിരുന്ന TA തൊമ്മന് ശേഷം ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരൻ അവിടെ നിന്നും MLA ആയിട്ടില്ല. കൂടുതലും കേരള കോൺഗ്രസുകാർ തന്നെയായിരുന്നു MLA മാർ. അതും കേരള കോൺഗ്രസ് സ്ഥാപകരിൽ ഒരാളായ KM ജോർജ് അടക്കമുള്ളവരാണ് പൂഞ്ഞാറിന്റെ ചരിത്രം വിപുലമാക്കിയത്. ഇന്നും കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും വിവാദ നായകനാകാറുള്ള PC ജോർജ് മാത്രം 32 വർഷം MLA ആയ മണ്ഡലമാണ് പൂഞ്ഞാർ എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ BJP നേതാവാണ്. ആ BJP നേതാവിൻ്റെ പണി കൊണ്ടായിരിക്കാം കോൺഗ്രസ് വലിയ ചരിത്ര വിജയം പൂഞ്ഞാറിൽ നേടാൻ പോകുന്നത്. ഇന്ന് PC ജോർജോ അദ്ദേഹത്തിൻ്റെ മകനോ BJP സ്ഥാനാർത്ഥിയാകുമെന്നും അവരെ തോൽപ്പിക്കണമെന്നും പറയുന്ന ഒരവസ്ഥയിലേക്ക് ആ മണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷം ജനങ്ങളും മാറിയിരിക്കുകയാണ്. അവർ ആസൂത്രണം ചെയ്യുന്നൊരു രീതിയിലായിരിക്കും പൂഞ്ഞാറിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എന്നുള്ളതാണ് പ്രത്യേകത. അതായത് 80,000-ലധികം ഹിന്ദു വോട്ടർമാരും 60,000-ലധികം ക്രൈസ്തവ വോട്ടർമാരും അതുപോലെ 40,000-ലധികം മുസ്ലിം വോട്ടുകളുമുള്ള മണ്ഡലമാണ് പൂഞ്ഞാർ എന്ന് പറയുന്നത്. ഏതു പാർട്ടിയായാലും ക്രൈസ്തവ സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയില്ല ആ മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. അതുപോലെ ഹൈന്ദവ വോട്ടുകൾ വലിയൊരു വിഭാഗം ഈഴവന്മാരും നായന്മാരുമാണ് ഉള്ളത്. അതും എല്ലാ പാർട്ടികളിലേക്കുമായി ഒഴുകുമെന്നതും ഉറപ്പാണ്. അതിലെ വോട്ടുകളാണ് BJPയും കോൺഗ്രസും കണ്ണുവെക്കുന്നത്. അത് തന്നെയാണ് അവർക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. പക്ഷെ BJPക്ക് ഇവിടെ പേരിന് പോലും വോട്ട് കിട്ടാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കഴിഞ്ഞ തവണ BDJS നൽകിയ പൂഞ്ഞാർ സീറ്റിൽ അവർക്കാകെ കിട്ടിയത് 2,965 വോട്ടുകൾ മാത്രമാണ്. എന്നാൽ ഈ വോട്ടുകൾ എവിടേക്ക് പോയി എന്നുള്ളത് വളരെ വ്യക്തമാണ്. സ്വതന്ത്രനായി മത്സരിച്ച PC ജോർജിനവിടെ 40,000-നടുത്ത് വോട്ടുകൾ ലഭിച്ചു എന്ന് പറയുന്നത് തീർച്ചയായും ആ വോട്ടുകൾ PC ജോർജിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു വിഭാഗം ഹിന്ദു സമൂഹം PC ജോർജിനൊപ്പം ഇപ്പോൾ BJP ആയതുകൊണ്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ടോമി കല്ലാനിക്ക് കേരള കോൺഗ്രസിന്റെ പ്രബല വിഭാഗം മറുഭാഗത്തേക്ക് പോയിട്ട് പോലും 34,000-നടുത്ത് വോട്ട് ലഭിച്ചു. അതായത് കേരള കോൺഗ്രസ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ കിട്ടാത്ത പല വോട്ടുകളും കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ലഭിച്ച ഒറിജിനൽ വോട്ടുകളാണ് ഈ പറയുന്ന 35,000-നടുത്തുള്ള വോട്ടുകൾ. എന്നാൽ ഇത്തവണ പൂഞ്ഞാറിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവമാണ് മണ്ഡലത്തിന്റെ സ്ഥിതിഗതികൾ മാറ്റിമറിക്കാൻ പോകുന്നത്. അതായത് മണ്ഡലത്തിൽ പൂർണ്ണമായും കേന്ദ്രീകരിക്കാൻ പോകുന്നതും ഇതുവരെ കേന്ദ്രീകരിച്ചതുമായ വോട്ടുകൾ എന്ന് പറയുന്നത് അത് മുസ്ലിം സമുദായത്തിൻ്റെത് മാത്രമാണ്. അത് 40,000-ന് മുകളിൽ വരും. മുസ്ലിം കൺസോൾട്ടേഷൻ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്ന മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും ഇത്തവണ PC ജോർജിനെ തോൽപ്പിക്കാനുള്ളതായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. കഴിഞ്ഞ തവണ PC ജോർജിനെ തോൽപ്പിക്കാൻ മുഴുവൻ മുസ്ലിം വോട്ടുകളും സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എന്ന LDFന്റെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോയപ്പോഴാണ് അദ്ദേഹം 58,000 വോട്ടിലേക്ക് എത്തിയത്. എന്നാൽ ഇത്തവണ കേരള കോൺഗ്രസ് പ്രവർത്തകർ പലരും UDFിലേക്ക് തന്നെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നതും ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും ഈ ലോകസഭയിൽ വലിയ തിരിച്ചടി ഉണ്ടായതുമെല്ലാം കൊണ്ടും പൂഞ്ഞാറിൽ ജയിക്കാൻ സാധ്യത കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്നൊരു അഭിപ്രായം അവിടെ ഉയർന്നു കഴിഞ്ഞു. മാത്രമല്ല നിലവിൽ കാച്ചിക്കുറുക്കിയ കോൺഗ്രസ് വോട്ടുകൾ എന്നുള്ള നിലയിൽ തന്നെ ടോമി കല്ലാനി 35,000-ഓളം വോട്ടുകൾ നേടിയപ്പോൾ അതിൻ്റെ കൂടെ മുസ്ലിം വോട്ടുകളും കേന്ദ്രീകരിച്ചാൽ വലിയൊരു വിജയം UDFിനുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പിണറായി വിജയന്റെ BJP ബന്ധം, അതുപോലെ തന്നെ മലപ്പുറം പരാമർശം തുടങ്ങിയ കാര്യങ്ങളും ഇടതുപക്ഷത്തെ കൈവിടാൻ പൂഞ്ഞാറിലെ മുസ്ലിം സമുദായം തയ്യാറായി കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉറപ്പിച്ചതോടെയാണ് UDF ജയിക്കുന്ന കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഒരു സീറ്റായി മണ്ഡലമായി പൂഞ്ഞാർ മാറുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു തുടങ്ങിയത്. കേരള കോൺഗ്രസ് നിലവിലെ MLA സെബാസ്റ്റ്യൻ കൊളുത്തങ്ങാൽ തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് തിരിച്ചു പോകണമെന്ന് ഏറെ ആഗ്രഹിക്കുന്ന ഒരു MLA-യാണ് സെബാസ്റ്റ്യൻ. LDF തോൽക്കുമെന്ന ഒരു ഭയമായിരിക്കാം അങ്ങനെയുള്ള ഒരു അഭിപ്രായമെന്നും പറയുന്നുണ്ട്. UDFിന്റെ സ്ഥാനാർത്ഥിയായി
പ്രധാനമായും 2 പേരുകളാണ് മണ്ഡലത്തിലുള്ളത്. ഒരാൾ 2021 മത്സരിച്ച മുൻ DCC അധ്യക്ഷൻ ടോമി കല്ലാനിയും മറ്റൊരാൾ KPCCയുടെ ജനറൽ സെക്രട്ടറി PA സലീമിന്റെയും പേരുകളാണ്. കല്ലാനി ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ സജീവമാണ് എന്നുള്ളതും PA സലീം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള നിലയിലും അതുപോലെ സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലും മണ്ഡലത്തിനും കോൺഗ്രസിനുമൊക്കെ സ്വീകാര്യന്മാരാണ്. ഏതായാലും 60 വർഷങ്ങൾക്കിപ്പുറം കോൺഗ്രസിനൊരു ചരിത്ര വിജയം സമ്മാനിക്കാൻ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ മണ്ഡലം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്.